ആ വാ വാ ഇരിക്കടോ. ഇരിക്കെ. കൂട്ടുകാരൻ സുഖമായിട്ട് കിടക്കുന്നു എന്ന് അറിഞ്ഞുകൊണ്ടാവും രണ്ടുപേരും ഇങ്ങോട്ട് ഇറങ്ങിയതല്ലേ? എന്റെ അസുഖം പൂർണ്ണമായിട്ടും ഭേദാവുന്നതേ ഉള്ളൂ സാർ. ഞങ്ങൾ പ്രധാനമായിട്ടും സാറിനൊന്ന് കാണാനാ വന്നത്. എന്താ? വിവേകേട്ടന് ഒരു 4 ദിവസത്തെ ലീവ് വേണം. മാഡത്തിനോട് പറഞ്ഞ സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല. 4 ദിവസം നീ എവിടെ പോകുന്നു? അത് സൂപ്പർ മാർക്കറ്റിൽ സാധനങ്ങൾ വാങ്ങാൻ പോയപ്പോ ഒരു കൂപ്പൺ പൂരിപ്പിച്ചിട്ടിരുന്നു. അതിൽ 1ാം സമ്മാനം ഞങ്ങൾക്കാ കിട്ടിയത്. ആഹാ. ഒരു റിസോർട്ടിൽ 4 ദിവസം ചെലവഴിക്കാൻ. പണച്ചെലവൊന്നുമില്ലാത്ത കാര്യല്ലേ? ലീവ് കിട്ടുകയാണെങ്കിൽ പോവാന്ന് കരുതി. അപ്പൊ ഉല്ലാസയാത്രയാണ്. അതിനിപ്പോ ഞാൻ തടഞ്ഞാ എനിക്കതിന്റെ ശാപം കിട്ടുമല്ലോ. അയ്യോ സാർ, അങ്ങനെയൊന്നുമില്ല. എന്നാ ശരി, ലീവ് അനുവദിച്ചിരിക്കുന്നു. നിങ്ങൾ പോയിട്ട് പാടാ. താങ്ക്സ് അങ്കിൾ. ഇത് ഇത്ര സിമ്പിൾ ആയിരിക്കും ഞാൻ കരുതിയില്ല. നന്ദിനി എവിടെ? നന്ദിനി എവിടെയാണോ അവിടെ തന്നെ ഉണ്ടാവും. ഒന്നുകിൽ അടുക്കളയില്, അല്ലെങ്കിൽ അടുക്കളയുടെ പുറകില്. വാ പോയി കാണാം. വിവേകേ, വിവാഹം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ആദ്യമായിട്ടാണോ ഇങ്ങനെ പോകുന്നത്? അയ്യോ അല്ല സാർ, ഞങ്ങൾ ഒരുപാട് സ്ഥലത്ത് പോയിട്ടുണ്ട്. ഇപ്പോഴാണ് അല്പമെങ്കിലും കുറച്ചത്. ഞാൻ ഇവളോട് പറയും, കല്യാണം കഴിഞ്ഞ് തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ പോകാനുള്ളിടത്തെല്ലാം പോകണമെന്ന്. കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ഈ പ്രോബ്ലംസും കമ്മിറ്റ്മെന്റ്സും ഒക്കെ വന്നാ പിന്നെ പോകാനൊന്നും പറ്റിയില്ലെങ്കിലോ എന്ന്. ഇവിടെ ഉണ്ട് വിവാഹം കഴിഞ്ഞ 2 പേര്. ഒന്നിച്ചാകപ്പാടെ പോയിട്ടുള്ളത് നിങ്ങളുടെ കൂടെ ക്ഷേത്രത്തിലും പിന്നെ ഒരു പച്ചക്കറി കടയിലും മാത്രം. അവരുടെ ടൂറും ഹോളിഡേ ട്രിപ്പും ഒക്കെ അതോടെ തീർന്നു. വിവേകേ, നിങ്ങൾക്ക് അവരെയും കൂടി ഒന്നും കൊണ്ടുപോകാൻ പറ്റുമോ? അത് സാർ, നിങ്ങൾ നിർബന്ധിച്ച അവര് നിങ്ങളുടെ കൂടെ വരും. ഇവിടെ നിന്ന് പുറത്തു പോകുന്നത് നന്ദിനിക്കും സൂര്യക്കും ഒരു റിലീഫായിരിക്കും. സാറ് ചിന്തിക്കുന്ന കാര്യം നല്ലതാ. ചിലപ്പോ അങ്ങനെ ഒരു അറ്റ്മോസ്ഫിയറിലേക്ക് മാറിയ സൂര്യയുടെ നന്ദിനിയുടെ രീതികൾ ഒന്ന് മാറ്റിയെടുക്കാൻ പറ്റിയാലോ, അല്ലേ സാർ? അതെ. അവർ രണ്ടുപേരും തമ്മിൽ ഇപ്പൊ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ അവരുടെ മനസ്സുകൾ അടുത്തിട്ടില്ല. അതിനൊരു സാഹചര്യം സൃഷ്ടിക്കാൻ ഇങ്ങനെയുള്ള യാത്രകൾ കൊണ്ട് പറ്റും. അല്ല, അതിന് ഏട്ടൻ... നിങ്ങൾ രണ്ടുപേരും കൂടി അവനെ പറഞ്ഞ് സമ്മതിപ്പിക്കണം. അതിന് എത്ര പണം ചെലവായാലും എനിക്ക് കുഴപ്പമില്ല.